രമേശ് ചേട്ടാ നമസ്കാരം. ചേട്ടാ നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഒരു ക്ഷമാപണമായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. എന്തു പറ്റി? കാരണം ഒരു സ്റ്റാൻഡപ്പ് കോമഡി എന്നൊക്കെ പറയുമ്പം അത്യാവശ്യം കുറച്ച് കൗണ്ടറൊക്കെ വേണമെന്നാണ്. പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് കൗണ്ടറൊന്നും കിട്ടിയില്ല. കാരണം മറ്റൊന്നുമല്ല, കൗണ്ടറൊന്നും കേരളത്തിലില്ല. എല്ലാ കൗണ്ടറും കിടക്കുന്നത് തമിഴ്നാട്ടിലാണ്. കേട്ടിട്ടില്ലേ? ചിന്ന കൗണ്ടർ, പെരിയ കൗണ്ടർ, കൗണ്ടർ മണി, കൗണ്ടർ രാജ എന്ന് വേണ്ട കൗണ്ടർ എന്നൊരു സമുദായം തന്നെയുണ്ട്. അത് വല്ലാത്തൊരു കൗണ്ടറായി പോയി. എനിക്കറിയാം. ഞാനിങ്ങനെ പറയുമ്പോഴേക്കും നിങ്ങൾ ഇങ്ങോട്ട് പറയാൻ വരികയല്ലേ, ഈ പഴയ സാധനം കൊണ്ടാണോ ഈ ഫ്ലോറിലേക്ക് വന്നിരിക്കുന്നത് ചോദിക്കാൻ വേണ്ടിയിട്ടല്ലേ? കാര്യം സത്യമാണ്. ഞാൻ നിങ്ങളെല്ലാം പഴമയിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്, എൻ്റെ സ്കൂൾ ജീവിതത്തിലേക്ക്. ഞാൻ ജനിച്ചതും വളർന്നതും കേരള തമിഴ്നാട് അതിർത്തിയിലുള്ള ഒരു ചെറിയ ഗ്രാമത്തിലാണ്. എൻ്റെ വീടിന് തൊട്ടടുത്തൊരു കനാലുണ്ട്. ഈ കനാലിന് അപ്പുറത്ത് തമിഴ്നാടാണ്. ഞാൻ നിൽക്കുന്നത് കേരളത്തിലും. ഇപ്പം പണ്ട് നമുക്ക് ഞായറാഴ്ച തോറും ടി വിയിൽ ദൂരദർശനിലൊരു സീരിയൽ ഉണ്ടായിരുന്നു, മഹാഭാരതം എന്ന് പറഞ്ഞിട്ട്. ഈ മഹാഭാരതം കുറേ എപ്പിസോഡ് ഉണ്ടായിരുന്നു. ഈ എപ്പിസോഡ് മുഴുവനും ഒരു എപ്പിസോഡ് പോലും മിസ്സാവാതെ കണ്ട അതിനുള്ള ഒരു ഭാഗ്യം എനിക്കൊക്കെയാണ് ഉണ്ടായിരുന്നത്. കാരണം നമ്മൾ ഈ ഇത്രയും ഒരുപാട് നീളത്തിലുള്ള എപ്പിസോഡ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ കേരളത്തിൽ ഒരുപക്ഷെ KSEB ചതിക്കും, കറണ്ട് ഉണ്ടാവൂല. ശരിയല്ലേ? പക്ഷേ നമ്മൾ തോറ്റു കൊടുത്തിട്ടില്ല. നമ്മളപ്പോഴേക്കും ഈ കനാൽ ചാടി അപ്പുറത്ത് പോകും. TNEB ചതിക്കത്തില്ല. നമ്മൾ തമിഴ്നാട്ടിൽ പോയി ഈ സീരിയൽ കാണും. അങ്ങനെയുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് മൂത്രം ഒഴിച്ചത് എത്ര പേരുണ്ട് ഇവിടെ? ആരുമില്ല. ആ ഭാഗ്യവും നമുക്കാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ പഠിച്ചത് തമിഴ്നാട്ടിലൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും തമിഴ്നാട്ടുകാരാണ്, തമിഴന്മാരാണ്. രാവിലെ ടീച്ചർ വന്നിട്ട് അറ്റൻഡൻസ് എടുക്കുന്ന കേൾക്കാൻ തന്നെ ഒരു രസമാണ്. മാർബിൻ ബ്രിട്ടോ പ്രസന്റ് ടീച്ചർ, ജയ്ബർ ജോൺ പ്രസന്റ് ടീച്ചർ, റെനിൻ സാന്റണി പ്രസന്റ് ടീച്ചർ, റാഫ്ലവർ സിംഗ് പ്രസന്റ് ടീച്ചർ, ബിജു. ഞാനാണ് ബിജു. എന്ത് പേരല്ലേ ഇത്! ഒരു ബലമില്ലാത്ത പേര്. അവന്മാരുടെ പേര് കേൾക്കണം. ഒരു 25,000 വാട്ട്സിൻ്റെ ഒരു പവറാണ്. എൻ്റെ പേര് കേട്ടാൽ ഒരു റിമോട്ടിൻ്റെ ബാറ്ററി ഇടാൻ പോലും ഇല്ല. ആ ഒരു പവറും ഇല്ലാത്ത പേര്. ശരിക്കും എനിക്ക് അച്ഛൻ്റെ അടുത്ത് എനിക്ക് ഇപ്പോഴും ദേഷ്യമുണ്ട് ഇങ്ങനെ ഒരു പേര് എനിക്ക് ഇട്ട് തന്നതിന്. എനിക്ക് അച്ഛൻ്റെ അടുത്ത് പറയാൻ പറ്റുമോ? എന്നിട്ട് അച്ഛൻ്റെ അടുത്ത് പറയുന്നത് എന്താണെന്ന് അറിയാമോ? മോനെ, നീ പഠിച്ച് വലുതായി നല്ല പേരെടുക്കണമെന്ന്. അതിന് അച്ഛൻ എനിക്ക് ആദ്യം നല്ലൊരു പേരിട്ട് തരണം, എങ്കിലേ എനിക്ക് നല്ലൊരു പേരെടുക്കാൻ പറ്റൂ. ശരിയല്ലേ? അത് ശരിയാ. അതാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിനടുത്ത്, നമ്മളെ ഈ വീട്ടിന് തൊട്ടടുത്ത് തന്നെ, അതായത് ഈ സ്കൂളിനോട് തൊട്ട് ചേർന്നൊരു മലയാളം മീഡിയം സ്കൂളുണ്ട്. അവിടെയാണ് എൻ്റെ കൂട്ടുകാരെ വിനോദ്, ആനന്ദ്, ഹരി എന്നിവരൊക്കെ പഠിക്കുന്നത്. അവന്മാരെ സ്കൂളിൽ ഇപ്പം പറയുന്ന കേൾക്കണം. ഞാൻ പറഞ്ഞില്ല, നേരത്തെ ബോർഡറാണ്. അവിടുത്തെ ഭാഷ എന്ന് പറയുന്നത് ഇതാണ്: ഡേയ് എവിടെ പോണ്, രാവിലെ എന്തൊരു വിഷയം പഠിപ്പിക്കണേ. ഇതാണ് അവരുടെ സംസാര രീതി തന്നെ. നമ്മൾ ഇംഗ്ലീഷ് മീഡിയമാണ്. നമ്മൾ ആ വെയിറ്റ് കീപ്പ് ചെയ്തേ പറ്റൂ. നമ്മൾ ഇംഗ്ലീഷ്, നമ്മൾ ചെറിയ അസൂയുണ്ട് അവർക്ക്. കാരണം നമ്മൾ പോകുന്നത് ടൈ, സോക്സ്, ഫ്രണ്ടിലൊരു വാട്ടർ ബോട്ടിൽ, കയ്യിലൊരു മറ്റേ ബാഗ്, ഒരു ബാസ്ക്കറ്റ് ഉണ്ടല്ലോ ചേട്ടാ. ഈ ബാസ്ക്കറ്റും കൊണ്ടൊക്കെയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഇംഗ്ലീഷാണ്. മാൻ, വാട്ട് ആർ യു ഡൂയിങ് ടുഡേ മോർണിംഗ്, വിച്ച് സബ്ജക്റ്റ്. ഇതാണ് നമ്മുടെ ഇംഗ്ലീഷ്. കാരണം അവിടുത്തെ രീതി, അവിടുത്തെ സ്ലാങ് അതാണ്. ടീച്ചർ രാവിലെ വരും, ക്ലാസ് എടുക്കുമ്പോൾ ടീച്ചർ പഠിപ്പിക്കുന്ന ഫിസിക്സ് ടീച്ചർ ആണെങ്കിൽ ഇങ്ങനെ പറയുള്ളൂ: അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് തേർഡ് ലോ, every action has an equivalent opposite reaction. Equivalent opposite reaction. ഇത് നമ്മൾ ഈ പറഞ്ഞ പോലെ കോറസ് ആയിട്ടായിരിക്കും പറയുക. ശരിക്കും ഇത് പുറമേ നിന്ന് കേട്ടാൽ എന്തായിരിക്കും തോന്നറിയോ? മമ്മൂട്ടിയുടെ മറ്റേ പടത്തിലെ പാട്ടില്ലേ, ദേവദൂതർ പാടി ദേവദൂതർ പാടി, അതുപോലെ ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ എന്തെങ്കിലും കുസൃതി, ഇപ്പൊ ടീച്ചർ പറഞ്ഞ് ശ്രദ്ധിച്ചില്ല എന്ന് വെച്ചോ, ടീച്ചർ പറയുന്നത് എങ്ങനെയായിരിക്കും? യു ശിവപ്രസാദ് ഡ്രീമിങ്. അപ്പൊ നിങ്ങൾ ആലോചിക്കും, നേരത്തെ പറഞ്ഞ പേരുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ശിവപ്രസാദ് എന്നുള്ള പേര്. കാരണം ആ സ്കൂളിൽ മലയാളം പഠിക്കുന്ന, സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് മലയാളം പഠിക്കുന്ന 2 പേരേ ഉള്ളൂ, ഞാനും ശിവപ്രസാദും മാത്രം. ബാക്കി എല്ലാവരും തമിഴാണ് പഠിക്കുന്നത്. അപ്പോൾ ശിവപ്രസാദ് എന്ന് പറയുന്ന അവിടുത്തെ ജന്മിയുടെ മോനാണ്. കാരണം ഏതെങ്കിലും തരത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചർക്ക്, എല്ലാ ടീച്ചേഴ്സിനും അവരോടൊരു വിധേയത്വം ഉണ്ട്. വിധേയത്വം എന്ന് പറയാൻ പറ്റൂല. ഈ ടീച്ചേഴ്സിൻ്റെ അച്ഛനോ അല്ലെങ്കിൽ ബന്ധുക്കളോ ആരെങ്കിലും ഒരുപക്ഷെ ഈ വീട്ടിൽ പണിയെടുത്തിട്ടുള്ളവരായിരിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് അവരെ സഹായിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ശിവപ്രസാദിന് പ്രത്യേക പരിഗണന തന്നെയുണ്ട് അവിടെ. ശിവപ്രസാദ് എന്ത് ചെയ്യാലും ഒന്നും മിണ്ടില്ല. ഇപ്പം നമ്മളാണെങ്കിൽ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്ന വെച്ചാൽ ടീച്ചർ വിളിക്കും: ഈ ബിജു കം ഹിയർ, യു ആർ ദ നോൺസെൻസ്, ഓക്കെ കം ഹിയർ എന്ന് പറയും. ആ ബ്ലാക്ക് ബോർഡിൽ എൻ്റെ 2 കൈ അങ്ങോട്ട് പിടിച്ച് വയ്ക്കും, നിക്കർ അങ്ങോട്ട് പിടിച്ചിട്ട് ടപ്പേന്ന് പറഞ്ഞ് 4 പിടയാണ്. പക്ഷേ ശിവപ്രസാദ് ആണെങ്കിൽ അങ്ങനെയല്ല. ശിവപ്രസാദ് കീപ് ക്വയറ്റ്. കാരണം ജന്മിയുടെ മോനാണ്, ഒന്നും പറയാൻ പറ്റില്ല. അതാണ് അവൻ്റെ അവിടുത്തെ അവസ്ഥ.
ഈ നമ്മൾ പണ്ട് ഇതിൽ സ്കൂളിൽ നിന്ന് ടൂർ പോയായിരുന്നു. ഈ ടൂർ പോയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചെന്നൈ, വേളാങ്കണ്ണി, മധുരൈ അങ്ങനെയൊക്കെയാണ് 3 ദിവസത്തെ ടൂറാണ് സ്കൂളിൽ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പം നമ്മൾ അവിടുത്തെ ആഹാരം നമുക്ക് കൊണ്ട് പിടിക്കുന്നില്ല. നമ്മൾ ഈ ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഏറ്റവും ബാക്കിൽ ഗ്രഹണി പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ എന്നോട് നോക്കും, ബിജു വാട്ട് യു വാണ്ട്? ഞാൻ പറയും നത്തിങ് ടീച്ചറ്, കാരണം വയ്യാതെ കിടക്കുക. ശിവപ്രസാദ് ചോദിക്കുക, ശിവപ്രസാദ് വാട്ട് യു വാണ്ട്? ക്രിസ്മസ് കേക്ക്. ടീച്ചർക്ക് വാങ്ങി കൊടുക്കാതിരിക്കാൻ പറ്റൂ? ടീച്ചർ അത് വാങ്ങി കൊടുത്തിരിക്കും. അതുപോലെ നമ്മുടെ ഈ തൊട്ടടുത്തൊരു മലയാളം മീഡിയം സ്കൂളുണ്ടെന്ന് പറഞ്ഞില്ലേ, ഈ മലയാളം മീഡിയം സ്കൂളിൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ പെണ്ണുങ്ങൾക്കുള്ള ടോയ്ലറ്റ് ഉണ്ടല്ലോ, ഈ ടോയ്ലറ്റിൻ്റെ സൈഡിൽ തന്നെ ഒരു തെങ്ങ് നിൽപ്പുണ്ട്. അപ്പോൾ ഈ തെങ്ങിൽ നിന്ന് തേങ്ങ വീണ് ഈ മുകളിലത്തെ ഷീറ്റ് അങ്ങ് പൊട്ടുന്ന കാരണം ഈ പെൺകുട്ടികൾക്ക് അതിനകത്ത് പോകാൻ ചെറിയൊരു മടിയും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് പ്രിൻസിപ്പളിന് ഒരു പരാതി കൊടുക്കണം ഇംഗ്ലീഷിൽ തന്നെ വേണം. അപ്പോൾ പെണ്ണുങ്ങൾ അതിനും ശിവപ്രസാദിനെ സമീപിച്ചു. ശിവപ്രസാദിന് പിന്നെന്താ, ഞാൻ എഴുതിത്തരാം. ഒരു വെള്ള പേപ്പറിൽ വടിവൊത്ത കയ്യക്ഷരത്തിൽ പ്രിൻസിപ്പളിനുള്ള ഈ കംപ്ലൈൻറ്റ് ശിവപ്രസാദ് എഴുതി കൊടുത്തു. ടീച്ചർ അത് പ്രിൻസിപ്പൾ അത് വാങ്ങി, പ്രിൻസിപ്പൾ അത് വായിച്ചു, ഞെട്ടിത്തരിച്ചു പോയി. കാരണം അവ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്, റെസ്പെക്റ്റഡ് ടീച്ചർ, അവർ ഗേൾസ് കാണ്ട് ഏബിൾ ടു പാസ് ദെയർ യൂറിൻ, സോ പ്ലീസ് റിമൂവ് ദ കോക്കനട്ട് ഫ്രം ദെയർ. ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ കാലം കുറേ കടന്നുപോയി. നമ്മളൊക്കെ വേറെ 10th ഒക്കെ കഴിഞ്ഞ് നമ്മൾ വേറെ മേഖല, ഞാൻ ഡിഗ്രി പഠിക്കാനൊക്കെ പോയി, +2 കഴിഞ്ഞ് ഡിഗ്രിക്കൊക്കെ പോയി, അവനും വേറെ മേഖലയിലോട്ട് പോയി. അപ്പം ഞാൻ കരുതി ഒരു പക്ഷേ ഇവൻ വല്ല എഞ്ചിനീയറോ അല്ലെങ്കിൽ ഡോക്ടറോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലൊരു പൊസിഷനിൽ നല്ല പ്രൊഫഷൻ എത്തിക്കാണമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഞാൻ ഈ അടുത്ത കാലത്ത് അവൻ്റെ അച്ഛനെ കണ്ടു, ശിവപ്രസാദിൻ്റെ അച്ഛനെ കണ്ടു. ഞാൻ ചോദിച്ചു, അങ്ങളെ ശിവപ്രസാദ് എന്ത് ചെയ്യുന്നു? ഓ അവൻ്റെ കാര്യമൊന്നും പറയണ്ട, ഞാൻ അവന് ആദ്യം ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ കൊണ്ടാക്കി. അവൻ മര്യാദയ്ക്ക് അവിടെ നിന്നിരുന്ന് നല്ലൊരു ഡ്രൈവറായനെ. നിന്നില്ല. പിന്നെ അതുപോലെ അവനെ ഞാനൊരു വർക്ക്ഷോപ്പിൽ കൊണ്ടാക്കി മെക്കാനിക്കാവാൻ. അവൻ അവിടെ നിന്നിരുന്നെങ്കിൽ അവൻ നല്ലൊരു മെക്കാനിക്കായനെ. പിന്നെ അവസാനം ഞാൻ അവനെ ഈ അടുത്ത കാലത്ത് ഞാനൊരു ക്ലിനിക്കിൽ കൊണ്ടാക്കി, ഒരു ഡോക്ടറുടെ ക്ലിനിക്കിൽ കൊണ്ടാക്കി തുണ്ടെഴുതി കൊടുക്കാൻ. അവൻ അവിടെയും നിന്നില്ല. പിന്നെ ഞാൻ മിണ്ടിയില്ല, കാരണം നിന്നിരുന്നെങ്കിൽ അവൻ ഡോക്ടറായേനെ എന്ന് പറഞ്ഞേനെ എൻ്റെ അച്ഛൻ. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാൻ ഇതിവിടെ നിർത്തുകയാണ്, കാരണം കൗണ്ടറൊന്നും ഇവിടെ ഇല്ല. കൗണ്ടറൊക്കെ തമിഴ്നാട്ടിലാണ്. കൗണ്ടറോട്ട് ഞാൻ വീണ്ടും വരും. നന്ദി, നമസ്കാരം.